അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമായ മെമ്പർമാരെ, ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിൻ്റെ 21ാമത്തെ ക്ലബിൻ്റെ രൂപീകരണ വേളയിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഈ രംഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ക്ലബിനെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ നാളുകളായിട്ടുള്ളൂ ഞാൻ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും. ഇതിൻ്റെ കോർഡിനേറ്ററായ ബഹുമാന്യനായ നസീർ സാഹിബിനെ പരിചയപ്പെടാനും വ്യത്യസ്ത വിഷയങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഇങ്ങനെ ഒരു മഹത്തായ പ്രവർത്തനത്തെക്കുറിച്ചും അറിയാൻ സാധിച്ചു. ഏറെ ആശ്ചര്യവും അത്ഭുതവും അതിലുപരി അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹത്തെ മനസ്സിലാക്കാനുമൊക്കെ ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറെ മഹത്തായ ഒരു സംരംഭമാണ് ഇത്തരത്തിലുള്ള ഒരു ഖുർആൻ പഠന, ഖുർആനിനെ കുറിച്ച് വിശദീകരിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനും അതിലെല്ലാം ഉപരി സ്വയം നമ്മുടെ ജീവിത പദ്ധതിയായ, ജീവിത സിലബസായ ഖുർആനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള അവസരം നമുക്ക് മുമ്പിൽ വന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ആ നിലയ്ക്ക് അതിനെ കാണുകയും അതിൽ നമ്മുടെ പങ്കാളിത്തം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ഈ അവസരത്തെ കൃത്യമായും ക്രിയാത്മകമായും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ കാര്യം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ക്ലബിൻ്റെ പ്രവർത്തനം അത് വളരെ വിപുലമാണ്. വളരെ വിപുലമെന്ന് പറഞ്ഞാൽ വളരെ വ്യവസ്ഥാപിതമായി വ്യത്യസ്തമായ രീതിയിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഖുർആനുമായി ബന്ധപ്പെട്ട പഠനത്തിന്, അതിൻ്റെ ആശയ കൈമാറ്റത്തിന് വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല നിലയിൽ നടന്നു പോകുന്ന വ്യവസ്ഥാപിതമായൊരു ഖുർആൻ പഠന പദ്ധതി എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ധാരാളം പ്രോഗ്രാമുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. രാത്രി സന്ദേശം എന്ന പേരിൽ, അതുപോലെ തന്നെ 3 മിനിറ്റ് ടോപ്പിക്, അതേപോലെ ഒരു ദിനം ഒരു പേജ്, 1 മിനിറ്റ് പ്ലീസ്, ഫോർട്ട്നൈറ്റ് സ്പീച്ച്, ഇങ്ങനെ അനേകം വ്യത്യസ്ത പദ്ധതികളിലൂടെ ഈ പഠന സംരംഭം നിലനിന്നു പോകുന്നുണ്ട്. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് അതേപോലെയുള്ള പ്രത്യേകിച്ച് ചില സാഹചര്യങ്ങളിലൊക്കെ വേറെയും പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇതുമായി സംഘടിപ്പിക്കപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും നന്മയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് ഇത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. വളരെ മനോഹരമായി ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും പങ്കുവയ്ക്കാനും കഴിവുള്ള ഒരു കൂട്ടം ആളുകളുള്ള ഒരു കൂട്ടായ്മയാണ് ഇത് എന്ന് ഇതിൻ്റെ വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രം അറിവും പരിചയമുള്ള എനിക്ക് ബോധ്യപ്പെടുകയുണ്ടായി. കാരണം ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ, ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ പങ്കാളികളിൽ, ഈ ക്ലബിൻ്റെ മെമ്പർമാരിൽ അധിക പേരും നല്ലൊരു ഭാഗവും സ്ത്രീകളാണ് എന്നത് വലിയൊരു ആശ്ചര്യപ്പെടുത്തിയ കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് ഇത്തരത്തിൽ മുന്നോട്ട് വരാനും അതിൽ അവർക്ക് പങ്കാളിത്തം ലഭിക്കാനും സാധിക്കുക എന്നുള്ളത്, അതിനൊരു മനസ്സവർക്ക് ലഭിക്കുക എന്നുള്ളത് എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്തൊരു കാര്യമാണ്. മാഷാ അല്ലാഹ്, അതിന് നമ്മുടെ ഒരു കൂട്ടം സ്ത്രീകൾ ഈ രംഗത്ത് വളരെ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല, ആശയങ്ങൾ പങ്കുവച്ച് കഴിയുമ്പോൾ പ്രഗത്ഭരായ നിരൂപകർ അതിനെ നിരൂപണം ചെയ്യുന്നു, അതിലുള്ള പോരായ്മകൾ പറഞ്ഞു കൊടുക്കുന്നു, തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നു. ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ നടന്നു പോകുന്ന ഒരു സംരംഭമാണിത്. ഖുർആനിനോടൊപ്പമുള്ള ഈ ഒരു യാത്ര, അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാവർക്കും റബ്ബിനെ സ്തുതിക്കാൻ കഴിയണം. അൽഹംദുലില്ലാ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സംഘാടകർക്ക്, അതേപോലെ കോർഡിനേറ്റർമാർക്ക്, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 21ാമത്തെ ഈ യൂണിറ്റിന്, ക്ലബിൻ്റെ 21ാമത്തെ ഈ ക്ലബിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും
നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പരിപൂർണമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.